ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിവറേജ് റേഷ്യോസ് ആണ്. ഫിനാൻഷ്യൽ റേഷ്യോസിലെ രണ്ടാമത്തെ റേഷ്യോ ആയിട്ടുള്ള ലിവറേജ് റേഷ്യോസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് ലിവറേജ്? ഇറ്റ് ഈസ് എൻ എബിലിറ്റി ഓഫ് എ കമ്പനി ടു ഏൺ ഹൈ ലെവൽ ഓഫ് റിട്ടേൺ ഫ്രം ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഒരു കമ്പനീൻ്റെ റിട്ടേൺ ഉണ്ടാക്കാനുള്ള എബിലിറ്റിക്കാണ് ലിവറേജ് എന്ന് പറയാം. 3 ടൈപ്സ് ഓഫ് ലിവറേജ് ആണുള്ളത്. ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജ്, ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഒന്ന് ടോട്ടൽ ലിവറേജ്. ഓക്കെ, ഇനി നമുക്ക് വിശദമായിട്ട് അതിലേക്ക് പോവാം. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ് എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ട് നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഏൺ ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം. ഒരു കമ്പനി ഡെപ്റ്റ് ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുന്നു, അത് അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് റിട്ടേൺ ഏൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിക്ക് എന്ത് പറയാം? ആ കമ്പനി ഫിനാൻഷ്യലി ലിവറേജ്ഡ് ആണ് എന്ന് പറയാം. ഓക്കെ, 3 ടൈപ്പിലാണ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്താം. 3 കേസുകളിൽ. ഏതൊക്കെയാണ് കേസുകൾ? ഒന്ന്, 2 വർഷങ്ങളിലെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തും? രണ്ടാമത്തത്, 1 വർഷത്തെ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവൈലബിൾ, എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തും? മൂന്നാമത്തത്, ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്നുള്ള ഒരു ഇക്വേഷൻ വഴി. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തും? പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT. പക്ഷെ നമുക്ക് ഇക്വേഷൻ അല്ല വേണ്ടി, ഇക്വേഷന് പിന്നിലെ ലോജിക്കാണ് നമുക്ക് വേണ്ടി. എന്താണ് ഇതിന് പിന്നിലെ കോൺസെപ്റ്റ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകവും പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ റേഷ്യോ കാണിക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പോൾ പ്രോഫിറ്റ് ആണ് എന്ത്? EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്തു. പക്ഷെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയോ? പോരാ, കാരണം ഡെപ്റ്റിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ബാലൻസ് ഉള്ള നെറ്റ് ഇൻകം കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ നെറ്റ് ഇൻകം കൺസിഡർ ചെയ്യണത്. അതാണ് ഇവിടെ EBIT നെറ്റ് ഇൻകം തമ്മിലുള്ള റിലേഷൻഷിപ്പ് വഴി ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്നുള്ള ഇക്വേഷൻ ഫോം ആവുന്നത്. ഇവിടെ എന്തുകൊണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അപ്പോൾ 2 വർഷങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു വർഷത്തിൽ നിന്ന് മറ്റേ വർഷത്തിലേക്ക്, അടുത്ത വർഷത്തിൽ വരുന്ന സമയത്ത് എത്രത്തോളം നമ്മളെ പ്രോഫിറ്റിൽ മാറ്റം വന്നു, എത്രത്തോളം നമ്മളെ നെറ്റ് ഇൻകത്തിൽ മാറ്റം വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇക്വേഷന്റെ ഫോർമേഷൻ. ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ആണ് 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ള കേസിൽ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്താൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. എന്താണ് ഇതിന് പിന്നിലെ ലോജിക്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം വരാൻ കാരണം നമ്മളെ ഡെപ്റ്റ് വഴി കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഡെപ്റ്റിന്റെ കോസ്റ്റായി ഇൻട്രസ്റ്റ് കുറച്ചാൽ ബാലൻസ് വരുന്ന എമൗണ്ട് ആണ്. അതിൽ നിന്ന് ടാക്സും കൂടി കുറച്ചാലുള്ള എമൗണ്ട് ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം വാല്യൂ. ഇത് 2 വർഷങ്ങളിലായതുകൊണ്ടാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം എന്നെടുത്തത്. പിന്നെ എന്തുകൊണ്ട് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എടുത്തു എന്ന് വെച്ചാൽ നമ്മളെ നമ്മൾ ഡെപ്റ്റ് യൂസേജ് വഴി നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ അളവാണ് എന്ത്? EBIT. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വഴിയാണ് ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ആയത്. നമുക്കിനി അടുത്ത കേസിലേക്ക് പോവാം. 1 ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ കയ്യിൽ ഉള്ളത്, അവൈലബിൾ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തും? EBIT ഡിവൈഡഡ് ബൈ EBT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, ഇതെന്താണ്? ഒരു റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് EBIT അഥവാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും EBT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള ഏർണിങ്സ് ബിഫോർ ടാക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് യൂസ് ചെയ്യുക വഴി റിട്ടേൺ ഉണ്ടാക്കാനുള്ള എബിലിറ്റിയാണ്. ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺ ഉണ്ടാക്കാനുള്ള എബിലിറ്റിക്കാണ് എന്ത് പറയുക? ഫിനാൻഷ്യൽ ലിവറേജ് വരാം. അപ്പോൾ ഡെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിന് ഡെപ്റ്റിന് വരുന്ന കോസ്റ്റ് ആണ് എന്ത്? ഇൻട്രസ്റ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള EBT ഏർണിങ്സ് ബിഫോർ ടാക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതുവഴിയാണ് നമ്മൾ ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് കാണുന്നത്. ഇനി മറ്റൊരു കാര്യം, ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് 1.5 കിട്ടിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു 1.5 കിട്ടിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? എന്നാലോചിച്ച് നോക്കുക. ന്യൂമറേറ്ററിൽ EBIT ഉണ്ട്, ഡിനോമിനേറ്ററിൽ EBT ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1.5 കിട്ടിയാൽ എന്ത് മനസ്സിലാക്കാം? EBT ഡിനോമിനേറ്ററിലുള്ള ഏർണിങ്സ് ബിഫോർ ടാക്സിന്റെ 1.5 ടൈംസ് ഗ്രേറ്റർ ആണ് എന്ത്? EBIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്.
അതൊരു പോയിന്റ്. ഇനി അടുത്ത കേസ് ഫിനാൻഷ്യൽ ലിവറേജ് 1 ആണ് കിട്ടിയതെങ്കിൽ എന്ത് മനസ്സിലാക്കാം? EBTയും EBITയും ഈക്വൽ ആണ്. കാരണം 1/1 ആണെങ്കിൽ എന്താണ് 1 ആണ്. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആണ്. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം 1 ഇയർ സ്റ്റേറ്റ്മെന്റ് ആണ് അവൈലബിൾ എങ്കിൽ നമ്മൾ എങ്ങനെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തും? EBIT ഡിവൈഡഡ് ബൈ EBT. അതിന്റെ പിന്നിലെ ലോജിക്ക് എന്താണ്? അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡെപ്റ്റ് യൂസ് ചെയ്ത വഴി ഉണ്ടാക്കിയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഡെപ്റ്റിന്റെ കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് ബാലൻസ് ഉള്ള EBTയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണുകയാണ് ചെയ്യുന്നത്. അത് വഴിയാണ് ഇവിടെ എന്ത് കണ്ടെത്തുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടിയാൽ ആ റിസൾട്ട് എന്താണ്? ആ ഡിനോമിനേറ്റർ വാല്യൂ ആയിട്ടുള്ള EBTന്റെ എത്ര ടൈംസ് ആണ് EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അടുത്ത കേസിലേക്ക് പോകാം. ഫിനാൻഷ്യൽ ലിവറേജിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടെത്താനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ ഇക്വിറ്റി മൾട്ടിപ്ലയർ. എന്താണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ? ടോട്ടൽ അസെറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഓക്കെ, ഇതൊന്നും എന്താണ് ഇതിന്റെ പിന്നെ ലോജിക്ക്? ഇതുവഴി എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടെത്തുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞാൽ എന്താ? ഡെപ്റ്റ് വഴി റിട്ടേൺ ഏൺ ചെയ്യാനുള്ള എബിലിറ്റി. ഓക്കെ, ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ. ഓക്കെ, ഡെപ്റ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണേ. പക്ഷേ ഇക്വിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും. ഡെപ്റ്റും ഇക്വിറ്റിയാണ് നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റിൽ കൂടുതൽ ചെയ്തിരിക്കണേ സ്വാഭാവികമായിട്ട് എന്താണ്? ഇക്വിറ്റി കുറവായിരിക്കും. ഇക്വിറ്റി കുറവാണെങ്കിൽ ഈ ഇക്വേഷന്റെ ഡിനോമിനേറ്റർ വാല്യൂ എന്താണ്? ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ആ ഡിനോമിനേറ്റർ കുറയും. ഡിനോമിനേറ്റർ കുറയുമ്പോൾ ഈ റേഷ്യോ എന്താവും? കൂടും. ന്യൂമറേറ്റർ കോൺസ്റ്റന്റും ഡിനോമിനേറ്റർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ്? കൂടും. എന്ത് കൂടും? റേഷ്യോ കൂടും, ഓർഡർ റേഷ്യോ. അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കമ്പനി കൂടുതൽ ഫിനാൻഷ്യലി ലിവറേജ്ഡ് ആണ് മനസ്സിലാക്കാം. കാരണം എന്താണ്? ഡെപ്റ്റിന്റെ യൂസേജ് കൂടിയതുകൊണ്ടാണ് ഇക്വിറ്റി കുറഞ്ഞത്. ഇക്വിറ്റി കുറഞ്ഞതുകൊണ്ടാണ് എന്ത്? റേഷ്യോ കൂടിയത്. ഓക്കെ, അതാണ് ഇതിന്റെ പിന്നിലെ ലോജിക്. അതായത് ഇക്വിറ്റിന്റെ എത്ര മൾട്ടിപ്ലൈസ് ആണ് ടോട്ടൽ അസെറ്റ് ഉള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റിന്റെ മൾട്ടിപ്ലൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഡെപ്റ്റിന്റെ യൂസ് കൂടുതലാണ്, കമ്പനി കൂടുതൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കാം. അതെങ്ങനെ? ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതിനോണ്ട് ഇക്വിറ്റി വാല്യൂ കുറയും. ഇക്വിറ്റി വാല്യൂ എന്താണ്? ഈ ഇക്വേഷന്റെ അതായത് ടോട്ടൽ അസെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി എന്നുള്ള ആ ഡിനോമിനേറ്റർ ഇക്വിറ്റി വാല്യൂവിനെ കുറയ്ക്കും. ഇക്വിറ്റി വാല്യൂവിനെ കുറയ്ക്കുന്ന സമയത്ത് ഈ റേഷ്യോ ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്നുള്ള ഈ റേഷ്യോ എന്താവും? കൂടും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ റേഷ്യോ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ കമ്പനീന്റെ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? ഹൈ ആണ്, കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ലിവറേജ് റേഷ്യോസിലെ രണ്ടാമത്തെ റേഷ്യോ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനും അതുവഴി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റിക്കാണ് എന്ത് പറയുക? ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന്, ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവൈലബിൾ എങ്കിൽ എങ്ങനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തും? 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തും? ഇനി 2 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ എങ്കിൽ എങ്ങനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തും എന്നുള്ളത് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. EBIT എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി എന്തുകൊണ്ട് ഈ ഇക്വേഷന് പിന്നിലെ ലോജിക്ക് എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കണ്ടെത്താൻ പോകുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്യുക വഴി സെയിൽസ് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്യുന്നു, സെയിൽസ് കൂട്ടുന്നു. അപ്പൊ സെയിൽസ് അവിടെ കൺസിഡർ ചെയ്യണം. അതാണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൺസിഡർ ചെയ്തു. ഓക്കെ, പക്ഷേ ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്യുക വഴി നമുക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. എന്താണ് ആ കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ്. സ്വാഭാവികമായിട്ടും അതും നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാലേ നെറ്റ് ബെനിഫിറ്റ് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ സെയിൽസ് നിന്ന് കിട്ടിയ കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ബാലൻസ് ഉണ്ടാവും എന്താണ്? EBIT ഓർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ആയത്. അതായത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇനി എന്തുകൊണ്ട് പെർസെന്റേജ് ചേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്? 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് സ്വാഭാവികമായിട്ടും. അപ്പം എന്താണ് നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം മാറ്റം വന്നു എന്നതിലൂടെയാണ് നമ്മൾ ഇവിടെ ഫിനാൻഷ്യൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുന്നത്. അപ്പോൾ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തണം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസെറ്റിൽ നിന്ന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് പറഞ്ഞാൽ സെയിലിൽ വന്ന ഇൻക്രീസ് ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതാണ് അവിടെ പെർസെന്റേജ് ചേഞ്ച് സെയിൽസ് കൺസിഡർ ചെയ്തത്. പിന്നെ ഫിക്സഡ് അസെറ്റ് യൂസ് ചെയ്യുക വഴി നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ്. സ്വാഭാവികമായിട്ടും അതും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മളെ ആ കോൺട്രിബ്യൂഷൻ മാർജിന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ട് ബാലൻസ് വരുന്ന EBIT നമ്മൾ അതും കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഫോം ആയത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അതുവഴി നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തുന്നു. ഇനി
ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവൈലബിൾ എങ്കിൽ എങ്ങനെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്തും എന്നുള്ളത് നോക്കാം. TCM ഡിവൈഡഡ് ബൈ EBIT, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ഇനി ഇതിന് പിന്നിലെ ലോജിക് നോക്കാം. നമ്മൾ എന്താ കണ്ടെത്തുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് സെയിൽ ഇൻക്രീസ് ചെയ്യുക, അതുവഴി എന്താണ് പ്രോഫിറ്റ് കൂട്ടുക. അപ്പം സെയിൽ ഇൻക്രീസ് ആയാലും സ്വാഭാവികമായിട്ട് എന്ത് കോൺട്രിബ്യൂഷൻ മാർജിനും ഇൻക്രീസ് ആവും. കോൺട്രിബ്യൂഷൻ മാർജിൻ അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, പക്ഷെ ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ കോൺട്രിബ്യൂഷൻ മാർജിന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചിട്ടുള്ള EBITയും കൺസിഡർ ചെയ്യും. അങ്ങനെ ഈ രണ്ട്, അതായത് TCM EBITയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വഴി ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ കണ്ടെത്തുന്നു. ലിവറേജ് റേഷ്യോസിലെ മൂന്നാമത്തെ റേഷ്യോ ആയിട്ടുള്ള ടോട്ടൽ ലിവറേജ് നോക്കാം. ആ പേരിലെന്നുള്ള മാതിരി ടോട്ടൽ ലിവറേജ് ആണ്. അതായത് ഫിനാൻഷ്യൽ ലിവറേജിന്റെയും ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെയും സമ്മാണ് ടോട്ടൽ ലിവറേജ്. ഇവിടെ രണ്ട് കേസാണ് വരുന്നത്. ഒന്ന് 1 ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ ടോട്ടൽ ലിവറേജ് കണ്ടെത്തും. രണ്ടാമത്തെ കേസ് 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, എങ്ങനെ ടോട്ടൽ ലിവറേജ് കണ്ടെത്തും. നമുക്ക് ആദ്യം 1 ഇയർ അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ ടോട്ടൽ ലിവറേജ് എന്നുള്ളത് നോക്കാം. TCM ബൈ EBT. ഓക്കെ, ഇനി ഈ ഇക്വേഷന് പിന്നിലെ ലോജിക് നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൺസിഡർ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്ത് സെയിൽ വർദ്ധിപ്പിക്കുക, അതുവഴി കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ കോൺട്രിബ്യൂഷൻ മാർജിൻ നമ്മൾ കൺസിഡർ ചെയ്യണം, അത് കൺസിഡർ ചെയ്തു. പിന്നെന്താണ്? അതിന്റെ ഫിക്സഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യണം. ഓക്കെ, കോസ്റ്റ് കൺസിഡർ ചെയ്തു. പക്ഷെ എന്താണ്? ഇത് ടോട്ടൽ ലിവറേജ് ആണ്. അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് കൺസിഡർ ചെയ്യണം. അതായത് എന്താണ്? പ്രോഫിറ്റും കൺസിഡർ ചെയ്യണം, പിന്നെ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യണം, എല്ലാം കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് എന്താണ്? EBT, ഏർണിംഗ്സ് ബിഫോർ ടാക്സ് അല്ലെ. കോൺട്രിബ്യൂഷൻ മാർജിൻ, ഫിക്സഡ് കോസ്റ്റ്, അത് കഴിഞ്ഞ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് കുറച്ച് ബാലൻസ് ഉള്ളത് എന്താണ്? EBT, ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. അപ്പൊ നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിനും EBTയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോയി ടോട്ടൽ ലിവറേജ് കണ്ടെത്തുന്നു. ഇനി അടുത്ത കേസ് 2 വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്, എങ്ങനെ ടോട്ടൽ ലിവറേജ് കണ്ടെത്തും. ഓക്കെ, പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇത് സിമ്പിൾ ആണല്ലോ, ഇതുവരെ കേട്ടിക്കണമെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഈ ഇക്വേഷന് പിന്നിൽ ലോജിക്ക് എന്താണ്? നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം? ഒന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജും ഒന്ന് ഫിനാൻഷ്യൽ ലിവറേജും കൺസിഡർ ചെയ്യണം. സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുക വഴി സെയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സെയിൽസ് കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ കൺസിഡർ ചെയ്യണം. സ്വാഭാവികമായിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്യുക വഴി നമ്മളെ റിട്ടേൺ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. റിട്ടേൺ ആണ് എന്ത്? നെറ്റ് ഇൻകം. സ്വാഭാവികമായിട്ടും പിന്നെ എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെയും ഫിനാൻഷ്യൽ ലിവറേജും, അതായത് ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ്, അത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്? ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്, അത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതാണ് എന്താണ്? സെയിൽ കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ, ഫിക്സഡ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ളതാണ് എന്താണ്? നെറ്റ് ഇൻകം. അതാണ് ഇവിടെ സെയിലും നെറ്റ് ഇൻകം ഉള്ള റിലേഷൻഷിപ്പ് വഴി ടോട്ടൽ ലിവറേജ് കണ്ടെത്തുന്നത്. ഇനി പെർസെന്റേജ് ചേഞ്ച് എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? 2 വർഷങ്ങളിൽ, ഒരു വർഷത്തിന് അടുത്ത വർഷത്തിലേക്ക് വരുമ്പോൾ എത്ര മാറ്റം എന്നുള്ള കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം, പെർസെന്റേജ് ചേഞ്ച് ഇൻ ഈ സെയിൽസ് എന്നെല്ലാം പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഇക്വേഷനിൽ പിന്നിലെ ലോജിക്. അതായത് 2 വർഷങ്ങളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവൈലബിൾ ആണെങ്കിൽ ടോട്ടൽ ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ചേഞ്ച് ഇൻ നെറ്റ് ഇൻകം ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്.